കണ്ണൂർ പറമ്പായിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. സദാചാര ആക്രമണത്തിന് ഇരയായെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൂയിസൈഡൽ നോട്ട് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും, അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പറിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവരെ ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഈ സദാചാര ആക്രമണം നടത്തിയ SDPIക്കാരാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കമ്മീഷണർ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? ആത്മഹത്യാക്കുറിപ്പിൽ എന്താണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഈ വിഷയത്തിലേക്ക് ഈ യുവതി ആത്മഹത്യ ചെയ്യുന്നതിലിടയാക്കിയ കാര്യങ്ങൾ. സിജു, ഈ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 SDPI പ്രവർത്തകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അവരെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ യുവതിയെയും സുഹൃത്തിനെയും സദാചാര ആക്രമണത്തിന് വിധേയരാക്കി, ഇരകളാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയത്. ഈ യുവതി സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഈ സംഘം എത്തുകയും ഈ യുവാവിനെ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോയി ഒരു കേന്ദ്രത്തിൽ എത്തിച്ച് ഭീകരമായി ആക്രമിച്ചു. മാത്രമല്ല, പിന്നീട് SDPI ഓഫീസിലേക്ക് യുവതിയെയും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളെയും വിളിച്ചു വരുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. യുവതി ആത്മഹത്യാക്കുറിപ്പിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഈ ഒരു സംഘത്തിൽ കൂടുതൽ SDPI പ്രവർത്തകർ ഉണ്ട്. അവരെ വൈകാതെ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് VC മുബഷീർ, KA ഫൈസൽ, VK റഫ്നാസ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പറമ്പായിലെ റസീന എന്ന യുവതി ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യ പോലീസ് ആത്മഹത്യക്ക് പിന്നാലെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായും തന്നെ ഈ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ സുഹൃത്തിന് ഈ ആത്മഹത്യയിൽ, അതായത് ഈ സദാചാര പോലീസിങ്ങിന് വിധേയനായ സുഹൃത്തിന് തന്റെ മരണത്തിൽ പങ്കില്ല എന്നും സുഹൃത്ത് നിരപരാധിയാണെന്നും ഈ ആക്രമിച്ചവരാണ് കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സിജു. സന്തോഷ്, ഇത് ഒരു പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് SDPI പ്രവർത്തകരുടെ സദാചാര പോലീസിങ് അത് നാളുകളായി ഈ റസീനയ്ക്ക് നേരെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന മറ്റു കാര്യങ്ങൾ? ഈ ഇതിനു മുൻപും ആ റസീനക്ക് ഈ ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇവർ ഒരു ദിവസം ഈ ആത്മഹത്യക്ക് തൊട്ട് തലേ ദിവസം ഇവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സംഘം എത്തി ഇവരെ ഭീഷണിപ്പെടുത്തുകയും അതിൽ യുവാവിനെ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോവുകയുമായിരുന്നു. വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി അടുത്തുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തി മണിക്കൂറുകളോളം അവിടെ വെച്ച് സദാചാര പോലീസിങ്ങിന് വിധേയനാക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ഈ യുവാവിന്റെ ഫോൺ ഉൾപ്പെടെ ഈ സംഘം കൈക്കലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് SDPI ഓഫീസിലേക്ക് യുവതിയെയും കുടുംബാംഗങ്ങളെയും വിളിച്ചു വരുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഈ ഒരു സംഭവത്തിൽ മനംകൊണ്ടാണ് യുവതി ആത്മഹത്യ ചെയ്തത്. ജീവൻ ഒടുക്കുന്നതിന് മുൻപായി ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കുകയും അതിൽ വളരെ കൃത്യമായും തന്നെ സന്തോഷ്, അത് തന്നെയാണ് പ്രധാന പ്രശ്നം. അതായത് SDPI ഓഫീസിലേക്ക് ഈ റസീനെ വിളിച്ചു വരുത്തിയിരുന്നു, ഈ യുവാവിനെയും റസീനെ വിളിച്ചു വരുത്തിയിരുന്നു. അങ്ങനെയാണോ ഉണ്ടായത്? തീർച്ചയായും ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ യുവാവിനെ ആക്രമിച്ചതിനെല്ലാം ശേഷമാണ് കുടുംബാംഗങ്ങളെ പിന്നീട് വിളിച്ചു വരുത്തുകയും അതിനുശേഷം താക്കീത് നൽകി, കുടുംബാംഗങ്ങൾക്കും റസീനക്കും ഉൾപ്പെടെ താക്കീത് നൽകി എന്നുള്ള രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്യുന്നത്. ഈ ഒരു സംഭവം മാത്രമല്ല, നാട്ടിൽ ഈ പ്രദേശത്ത് തന്നെ വ്യാപകമായി ഈ സംഭവങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു യുവതി ഉണ്ടായിരുന്നത്. ഈ മാനസിക പ്രയാസത്തെ തുടർന്നാണ് യുവതി ജീവൻ ഒടുക്കുന്ന സാഹചര്യം ഉണ്ടായത്.
ഉണ്ടായത്. അതിനു മുൻപായി വിശദമായി ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കുകയും അതിൽ ഈ പ്രതികളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് വളരെ കൃത്യമായ ആത്മഹത്യാ കുറിപ്പുകൾ പരിശോധിച്ച് ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാവാനുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. സിജു. സന്തോഷ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ സദാചാര പോലീസിംഗ് നടത്തി ഈ യുവാവിനെ മർദ്ദിച്ചു, ഫോൺ പിടിച്ചു വാങ്ങി, വഴിയിൽ വെച്ചാണ് ഇതെല്ലാം നടത്തിയത്. അതിനുശേഷം കുടുംബത്തെ അടക്കം SDP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഈ വിളിച്ചു വരുത്തിയതിന് ശേഷം ഈ കുടുംബം ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയിരുന്നോ ഈ റസീൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ്? അതിനു മുൻപ് പോലീസിൽ അത്തരത്തിലുള്ള ഒരു പരാതി ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ആ കുടുംബത്തിന്റെ ഒരു സ്ഥിതിയും ആ സമയത്ത് മാനസിക പ്രയാസം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ വളരെ ഒരു പ്രദേശം മുഴുവൻ, നാട് മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുകയും അങ്ങനെ വലിയ ഒരു മാനസികമായിട്ടുള്ള പ്രയാസത്തിലായിരുന്നു ആ കുടുംബം ഒന്നടങ്കം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ യുവതിയുടെ ആത്മഹത്യക്ക് ശേഷം പോലീസ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുക്കുകയും അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുകയാണ്. സിജു. സന്തോഷ്, ഈ റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ SDP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ കാര്യം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടോ? SDPI ഓഫീസിൽ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓഫീസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ ഈ കൃത്യമായിട്ട് ഈ സംഘം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ തരത്തിൽ മാനസികമായി പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കൃത്യമായും പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം യുവതിയും യുവാവും തമ്മിൽ സംസാരിക്കുന്ന സംഭവം നടന്ന് അവിടെ നിന്നും ഈ യുവാവിനെ സംഘം കൂട്ടിക്കൊണ്ടുപോവുകയും 5 മണിക്കൂറോളം കൂട്ടവിചാരണ നടത്തുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ പറമ്പായിലെ SDP ഓഫീസിലേക്ക് ഈ യുവാവിനെ കൊണ്ടുപോവുകയും ചെയ്തു. അവിടേക്കാണ് ഇരുവരുടെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. മാത്രമല്ല യുവാവിന്റെ മൊബൈൽ ഫോണും ടാബ് ഉൾപ്പെടെയുള്ളവയും ഈ സംഘം തിരിച്ചു നൽകാതെ അവിടെ പിടിച്ചു വെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ അറസ്റ്റിലായ പ്രതികളിൽ നിന്നും പോലീസ് ഇത് രണ്ടും കണ്ടെടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണും ടാബും ഉൾപ്പെടെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ പേർക്ക് ഈ സദാചാര പോലീസിംഗിൽ ഈ യുവാവിനെയും അതോടൊപ്പം തന്നെ പെൺകുട്ടിയെയും കുടുംബത്തെയും ആക്രമിച്ചതിലും അധിക്ഷേപിച്ചതിലും പങ്കുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ കൂടുതൽ പേരുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സിജു.